പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗംഗാധരൻ എല്ലാ സത്യങ്ങളും ശിവനോടും രാജീവിനോടും പറഞ്ഞപ്പോൾ രണ്ടെണ്ണം കണ്ണും തള്ളി നിൽക്കുവാണ്. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ്. ഇനിയിപ്പം പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല, ബാലേന്ദ്രൻ്റെ അടുത്ത് പോയി ക്ഷമ പറയുക എന്നൊരു ഓപ്ഷൻ മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഗംഗാധരൻ്റെ കൂടെ രണ്ടുപേരൂടെ ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഡോറ് വന്ന് തുറക്കുന്നത്, അവരവിടെ വന്ന് കഴിയുമ്പം ഡോറ് വന്ന് തുറക്കുന്നത് കൃഷ്ണമോളാണ്. അന്നേരം കൃഷ്ണമോൾ ഇവരകത്തോട്ട് കയറാൻ തുടങ്ങുമ്പം കൈവച്ച് തടയും. എന്നിട്ട് പറയുന്നുണ്ട് എങ്ങോട്ടാണ് എല്ലാവരും കൂടി എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ചീത്ത മനുഷ്യരാണ്, എന്തു ചെയ്യാനും മടിയില്ലാത്തവരാണ് എന്ന് കൃഷ്ണമോൾ പറയുമ്പം ആകെ നാണം കിട്ടു പോവാട്ടോ രാജീവനും ശിവനും. പിന്നെ ഗംഗാധരനും കൂടെ ഉള്ളത് കൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറുന്നു. അന്നേരം ബാലേന്ദ്രനും വരുന്നുണ്ട്. ബാലേന്ദ്രന് അവരെ കാണുന്നതേ ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങളാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവൾക്ക് ഒരു പോറലെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങ് മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഞാൻ നിങ്ങളെ വലിപ്പിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഗംഗാധരൻ പറയുന്നുണ്ട് ഇല്ല അലീനയ്ക്ക് ഒരു പ്രശ്നവും വരാതെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ സത്യങ്ങളോടും ഇവരോട് പറഞ്ഞു എന്നുള്ള കാര്യവും ഗംഗാധരൻ പറഞ്ഞു കഴിയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ശിവനോട്, ഇത്രയും കാലം ഞാൻ ആരെയാ സംരക്ഷിച്ച് പിടിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്. അന്നേരം മനസ്സിലായി എന്ന് പറഞ്ഞ് ശിവൻ്റെ തലയങ്ങ് താന്നു പോവാണ്. ഏതായാലും ഇത് കഴിയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൾ ഡിവോഴ്സിന് പോകും അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുമെന്ന്. അന്നേരം ബാലേന്ദ്രനും പറയുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്തിരിക്കാൻ ഞാനും ഉണ്ടാകില്ല എന്ന്. അതൊക്കെ അവർക്ക് ഭയങ്കര ഷോക്കാട്ടോ. ഒരുപാട് കളി കളിച്ച് ബാലേന്ദ്രനെ ഒതുക്കാം എന്ന് കരുതിയിട്ട് ഇപ്പം പെങ്ങളുടെ ജീവിതം ഒന്നോടെ തകരുവാണ് എന്നറിയുമ്പോൾ രണ്ടെണ്ണം അങ്ങ് ഒതുങ്ങി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. പിന്നെ ഇതിനിടയ്ക്ക് അലീനെ കാണിക്കുന്നുണ്ട്. അലീനെ റൂമിൻ്റെ വാതിലകത്തുനിന്ന് കുറ്റിയിട്ടുണ്ട്. അവന്മാർക്ക് അകത്തോട്ട് കയറാനോ ഒന്നും സാധിക്കുന്നില്ല. അവർ ജനലിൻ്റെ അടുത്ത് വന്ന് അലീനെ പേടിപ്പിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്. നാളത്തെ എപ്പിസോഡിൽ ഉറപ്പായിട്ടും മനു അലീനെ രക്ഷിക്കാനായിട്ട് ചെല്ലുമായിരിക്കും.